ഹായ് എവരി വൺ, വെൽക്കം ടു പെപ്പർ ഹാർട്ട്. ഇന്നത്തെ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് നല്ല കളർഫുള്ളായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരടിപൊളി ലൈമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ചെറിയൊരു ബീട്രൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മീഡിയം സൈസിൽ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ചുവപ്പ് കളറായിട്ട് വരണം. അപ്പോൾ അത്രയും ടൈം ഒന്ന് വേവിക്കണം. ഇനി ബീട്രൂട്ട് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇതേ രീതിയിൽ ചെമ്പരത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതൾ തിളപ്പിച്ചാലും മതി. നല്ല കളറും കിട്ടും, നല്ല ഹെൽത്തിയുമാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇത് ഐസ് ക്യൂബ് ആക്കാനുള്ളതാണ് ഈ വെള്ളം. അപ്പോൾ 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് നമ്മുടെ വെള്ളം നല്ല ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ലൈം അടിച്ച് വെക്കുന്നുണ്ട്. ലൈം പല രീതിയിലും ഉണ്ടാക്കും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നേരത്തെ തന്നെ അടിച്ചു വെക്കണമെന്നില്ല. ഫ്രഷ് ലൈമാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയോ ആവാം. അപ്പോൾ ഏതായാലും ഞാനിവിടെ 2 ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, കൂടി പോവരുത്, വളരെ കുറച്ച് മാത്രം മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ മധുരവും പുളിയൊക്കെ കറക്റ്റാക്കി വെള്ളവും പഞ്ചസാരയൊക്കെ ചേർത്ത് ലൈം റെഡിയാക്കി എടുക്കണം. ഇനി നേരത്തെ നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ആ വെള്ളം ഒരു ഐസ് ട്രേയിൽ ഒഴിച്ച് ഐസാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഈ വെള്ളത്തിന് ബീട്രൂട്ടിൻ്റെ ആ പ്രത്യേക ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ലൈമിന് പ്രത്യേക ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കൂടുതൽ ക്യൂബൊന്നും ഇടരുത്. ഇനി നമ്മുടെ റെഡ് ലൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലൈം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1-2 ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കരുത്. ഇത് ലെയറായിട്ടാണ് ഉണ്ടാവുക. മുകളിൽ നല്ല ഡാർക്ക് കളറും താഴെ ലൈറ്റായിട്ടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.